ഓണം എക്സാമിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സിമ്പിളാണ്. അതായത് ഈ ഒരു അരമണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 40+ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്നാമതായിട്ട് സ്പീച്ച് ക്വസ്റ്റ്യൻ വളരെയധികം സാധ്യതയുള്ളതാണ്. നമുക്കൊരു 90 മുതൽ 100% വരെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഡിസ്കോഴ്സ് ആണ് സ്പീച്ച് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള എല്ലാ ചാപ്റ്ററും പോസിബിൾ ആണ്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 3 ചാപ്റ്റർ എന്തായാലും പോസിബിൾ ആണ്. അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലേ 2 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഒന്നാമത് ദ ഇമ്പോർട്ടൻസ് ഓഫ് പാരന്റിങ്, 2 ഓവർകമ്മിങ് ഫിയർ. ഈ 2 വിഷയത്തിനെ കുറിച്ചിട്ടായിരിക്കും സ്പീച്ച് വരാനുള്ള സാധ്യത. സ്പീച്ചിൽ ആകെ നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഒരു സല്യൂട്ടേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇഫ് ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിലാണ് നടക്കുന്നതെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതല്ലേ ടോപ്പിക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ്. എന്ന് പറയാൻ നമുക്കില്ലേ എന്ത് ഫ്രേസ് യൂസ് ചെയ്യാം. വി ക്യാൻ സേ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദിസ് ടോപ്പിക് ഓർ ഡാഷ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും സിമ്പിൾ ആയിട്ട്. അതല്ല നിങ്ങൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് പറയണമെങ്കിൽ അങ്ങനെ. ഈ ഇൻട്രൊഡക്ഷന് ശേഷം ഇലാബറേഷൻ ആണ്. ഇലാബറേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു ടോപ്പിക്, ഫോർ എക്സാമ്പിൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് പാരന്റിങ്, ആ വിഷയത്തിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയാം. അതിന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല. വി കുഡ് യൂസ് അവർ ഓൺ വ്യൂ പോയിന്റ്. നമ്മൾ ലോകത്തിനെ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് പറയാം. ആർ ജസ്റ്റിഫിക്കേഷൻസ്, നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായങ്ങൾ പറയാം. യു കുഡ് യൂസ് യുവർ ആർഗ്യുമെന്റ്സ്, നമ്മുടെ വാദങ്ങൾ നമുക്ക് പറയാം. നമ്മൾ ഈ അടുത്ത് കണ്ട അവിടെയും ഇവിടെയൊക്കെ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇനി റീൽസ് തോണ്ടിയപ്പോൾ അവിടെ കണ്ട കാര്യങ്ങൾ വരെ നമുക്ക് അവിടെ പറയാം. ഇനി അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് വി ഷുഡ് യൂസ് എ കൺക്ലൂഷൻ. അവസാനത്തിൽ എല്ലാത്തിനും കൂടെ ഒന്ന് കോംപ്രഹെൻസീവ്ലി പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൺക്ലൂഷൻ 1, 2, 3 വരികളിൽ മതി. സോ കൺക്ലൂഷനിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതൊന്ന് അങ്ങനെ ആറ്റി കുറുക്കി എടുത്തിട്ട് പറയാം. അവസാനത്തിലേക്ക് നമ്മളൊരു കോംപ്ലിമെന്ററി ക്ലോസ് കൊടുക്കും. താങ്ക് യു എന്നോ അല്ലെങ്കിൽ ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതങ്ങോട്ട് എൻഡ് ചെയ്യാം. രണ്ടാമതായിട്ട് നമ്മളോട് പ്രധാനമായിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും റൈറ്റപ്പ്. റൈറ്റപ്പ് ഇതേ ചാപ്റ്ററിൽ തന്നെ പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേറൊരു ചാപ്റ്ററിൽ ഒരു റൈറ്റപ്പിന്റെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് തൽക്കാലം ഇത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സ്പീച്ച് ഓൾറെഡി നമ്മൾ കണ്ടു. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച് എന്ന് പറയുന്നത് കേട്ടോ. വേറെ ഒരു ഇമെയിലാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ മറ്റൊരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. സോ ഇമെയിലിന്റെ ഫോർമാറ്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: യു ഗെറ്റ് ഇൻസ്പയർഡ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാംസ് മെസ്സേജ് ആൻഡ് ഡിസൈഡ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ടു യുവർ ഫ്രണ്ട് ഹു ഈസ് സ്റ്റഡിങ് അബ്രോഡ്. ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട്. അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അദ്ദേഹം തന്ന മെസ്സേജിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് നിങ്ങൾ വിദേശത്തുള്ള അബ്രോഡ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതുന്ന ഒരു ഇമെയിലാണ്. ഇമെയിൽ എന്ന് വെച്ചാൽ കത്ത് പോലെ തന്നെയാണ്. ആകെ മാറ്റം വരുന്നത് എന്താ അറിയോ? ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും കൊടുക്കുന്ന സമയത്ത് നമ്മളോട് ഒരു മെയിൽ ID കൊടുക്കണം. മെയിൽ ID എന്ന് പറയുമ്പോഴോ ഒരു സ്പേസ് ഇല്ലാതെ @gmail.com എന്നോ email.com എന്നോ പറഞ്ഞുകൊണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ അവിടുത്തെ ഡേറ്റ് കൊടുക്കണം. പ്രധാനമാണ്, ഒരു മാർക്കൊക്കെ അതിന് പോകും. ഇനി ഇമെയിൽ ആകുന്ന സമയത്ത് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് സബ്ജക്ട്, വിഷയം. എന്ത് വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇമെയിൽ അയക്കുന്നത് അതിവിടെ എഴുതണം. ഇൻസ്പയർഡ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാംസ് മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മളൊരു സല്യൂട്ടേഷനിലാണ് ഈ ഒരു ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിയർ എന്നോ റെസ്പെക്റ്റഡ് എന്നോ ഒക്കെ നമുക്ക് പറയാം. ദെൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ഓർ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ഫൈൻ എന്നൊക്കെ നമുക്ക് പറയാം. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഇനി അവിടെ സുഖമായിട്ടും സുന്ദരമായിട്ടും അങ്ങോട്ട് പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സോ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് ടുവേർഡ്സ് ദി എൻഡ് വി കുഡ് യൂസ് എ കോംപ്ലിമെന്ററി ക്ലോസ്. അതായത് വാം റിഗാർഡ്സ്, യോസ് ഫെയ്ത്ത്ഫുള്ളി, ലവിംഗ്ലി, അല്ലെങ്കിൽ യോസ് ലവിംഗ്ലി, വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു കോംപ്ലിമെന്ററി ക്ലോസ് കൊടുക്കാം. നിങ്ങളുടെ പേര് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇമെയിൽ എന്ന് പറയുന്നത്. വേറൊരു വളരെ പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ ഓർ ലെറ്റർ ടു എഡിറ്റർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ലെറ്റർ ടു എഡിറ്റർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഒഫീഷ്യൽ ലെറ്ററുടെ ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് ആദ്യം ഒഫീഷ്യൽ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് അടുത്ത ഒരു ചോദ്യത്തിൽ നോക്കാം. റൈറ്റപ്പ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. റൈറ്റപ്പ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. അത് essay ആകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. essay ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പിടിച്ചോ. ഗാന്ധി ഡ്രംഡ് ഓഫ് an India which was free from intoxicating drinks and drugs. However, our youth is increasingly addicted to these. What are the remedial measures required to create an awareness about this and build an India as dreamt by Gandhi? Write an essay. നമ്മളോട് essay എഴുതാൻ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ എന്തില്ല?
അവിടെ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് പോലെയുള്ള അല്ലെങ്കിൽ ഡ്രിങ്ക്സ് പോലെയുള്ള മദ്യമോ അല്ലെങ്കിൽ ലഹരിയോ ഉള്ള അതിന്റെ സാമൂഹിക വിപത്തുകളൊന്നും ഇല്ലാത്തൊരു ഇന്ത്യയിലാണ് അദ്ദേഹം കണ്ടത്. പക്ഷെ നമ്മുടെ യങ് ജനറേഷൻ നിങ്ങൾക്ക് അറിയാലോ ഇതിനൊക്കെ അഡിക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതിന് നമുക്കൊരു പരിഹാര ക്രിയകൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ എസ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ റൈറ്റപ്പ് പോലെ തന്നെയാണ്. അതിനാദ്യം റൈറ്റപ്പ് എന്താണെന്നുള്ളത് നമ്മൾ അറിയണമല്ലോ. പറഞ്ഞുതരാം. റൈറ്റപ്പ് ഇതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു ടൈറ്റിൽ കൊടുക്കേണ്ടത് മുഖ്യം ബിഗിലേ എ ഡ്രഗ് ഫ്രീ ഇന്ത്യ ഗാന്ധിജീസ് ഡ്രീം. അവിടെ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കിനെ ഒന്ന് ചായ മാറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ പറയാം. പക്ഷേ തുടക്കത്തിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദെൻ ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളിലൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം, ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എസ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. പിന്നെ നമ്മൾ സ്പീച്ചിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇതിനൊരു ബോഡി പാർട്ട് ഉണ്ട്. ആ ബോഡി പാർട്ടിലാണ് നമ്മൾ ഇലാബറേറ്റ് ചെയ്യേണ്ടത്. എല്ലാ പോയിന്റുകളും ഞാനിവിടെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൂവിങ് ഓൺ, വേറെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ കൂടെ ഞാൻ ഇതിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഒരു മോഡലായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലെറ്റർ ടു എഡിറ്റർ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. ദ ഇലീഗൽ ഓക്യുപ്പൻസി ഓൺ റോഡ്സ് ആൻഡ് പേവ്മെന്റ്സ് has resulted in the increased rate of road accidents on one of the crowded roads in your locality. Write a letter to the editor of one of the newspaper about the issue and suggest some remedial measures എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചോദ്യത്തിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിലൊരു ജനറലായ പ്രശ്നം ഉണ്ടാവും. ആ ജനറലായ പ്രശ്നം അഡ്രസ് ചെയ്തുകൊണ്ട് അതിനെ കാണിച്ചുകൊണ്ട് നമ്മൾ ഒരു പത്രത്തിന്റെ എഡിറ്റർക്ക് അയക്കുന്ന ഒരു കത്താണ് ലെറ്റർ ടു ദി എഡിറ്റർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ചോദ്യം എന്താ? ആക്സിഡന്റുകൾ സംഭവിക്കുന്നു കാരണം ഇല്ലീഗൽ ഓക്യുപ്പൻസി ഓഫ് റോഡ്സ് ആൻഡ് പേവ്മെന്റ്സ്. ആളുകളില്ലേ അനാവശ്യമായിട്ട് റോഡ് ഏതാ വീട് ഏതാന്ന് അറിയാതെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കാണിക്കാനാണ്. ഫ്രം അഡ്രസ്സ് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ഡേറ്റ് ഇതാ ഇവിടെയും കൊടുക്കാം. വേറൊരു കാര്യം, ടു അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് എഡിറ്റർക്ക് എന്നെയല്ലേ അയക്കുന്നത്, അല്ലാതെ വേറെ എങ്ങോട്ടും അല്ലല്ലോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ സബ്ജക്ട് കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റോഡ് ആക്സിഡൻസ് ഡ്യൂ ടു ഇല്ലീഗൽ ഓക്യുപ്പൻസി ഓഫ് റോഡ്സ് ആൻഡ് പേവ്മെന്റ്സ്. അഗെയിൻ ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എന്തായിരുന്നു അതിന് പറയാ? ഓക്കെ, എൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ റിലേ പോകും. ഓക്കെ, സർ എന്നോ ഡിയർ എന്നോ പറഞ്ഞ് നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കണം. അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ലെറ്റർ ഇവിടെയും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഡിയർ എന്ന് പറയുന്നതിൽ കാര്യമില്ല, കാരണം ഡിയർ എന്ന് പറയാത്തത് ഇതൊരു ഫോർമൽ ലെറ്റർ ആയതുകൊണ്ട്. സോ വി കുഡ് യൂസ് റെസ്പെക്റ്റഡ് സർ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇനി കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ട് പറയാം. ആദ്യം പ്രോബ്ലം എന്താണ് എന്നുള്ളത് പറയാം. ഇനി പ്രോബ്ലത്തിന്റെ എക്സ്പ്ലനേഷൻ പറയാം. പ്രോബ്ലം കഴിഞ്ഞാൽ പ്രോബ്ലം എപ്പോ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് റോഡ്സ് ആൻഡ് പേവ്മെന്റ്സിനെ ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്യുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. സോ ആ പ്രോബ്ലം എന്താണെന്ന് പറയാം. പ്രോബ്ലം എങ്ങനെ കണ്ടു, എപ്പോൾ കണ്ടു, നമ്മൾ അതിന്റെ പാർട്ടാണോ തുടങ്ങിയ കാര്യങ്ങൾ പറയാം. ഇനി നമ്മൾ എന്ത് തരം പരിഹാരങ്ങളാണ് ഇതിന് സജസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, പബ്ലിക് അവയർനെസ് campaigns are also needed to ensure that both shopkeepers and citizens follow traffic rules. അതായത് ഇതിലൊരു ബോധവൽക്കരണം എന്താണ് പൊതുസമൂഹത്തിന് നമ്മൾ കൊടുക്കണം എന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് എ പ്രൊപ്പോസിഷൻ. നമ്മൾ കൊടുക്കുന്ന ഒരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പ്രശ്നം എന്താണെന്ന് പറയണം, പ്രശ്നത്തിന് എക്സ്പ്ലനേഷൻ പറയാം, എപ്പോ എങ്ങനെ കാര്യങ്ങളൊക്കെ പറയണം. അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു പ്രൊപ്പോസിഷൻ പറയണം, ഓർ നമ്മളത് എങ്ങനെ പരിഹരിക്കാം, റെമഡിയൽ മെഷേഴ്സ് നമുക്ക് എന്തെടുക്കാം. പിന്നെ അവസാനം നമ്മളൊരു റിക്വസ്റ്റ് കൂടെ കൊടുക്കും. ഐ സിൻസിയർലി ഹോപ്പ് ദാറ്റ്, ഇവിടെ റിക്വസ്റ്റ് അല്ല പക്ഷെ ഇവിടെ ഒരു പ്രതീക്ഷയായിട്ടാണ് പറയുന്നത്. ഐ സിൻസിയർലി ഹോപ്പ് ദാറ്റ് the concerned authorities will take urgent steps to solve this problem and make our roads safe for all എന്ന് പറയുന്നു. അതായത് ഇത് ഭാവിയിൽ ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. യോസ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറയുന്നതാണ് കോംപ്ലിമെന്ററി ക്ലോസ്. വാം റിഗാർഡ്സ് എന്ന് പറയാം. വിത്ത് ലവ് എന്നൊന്നും പറയരുത് കേട്ടോ. നമ്മൾ സ്നേഹത്തോടെ എന്നൊക്കെ പറയാൻ യോസ് ലവിംഗ്ലി എന്നൊന്നും യൂസ് ചെയ്യരുത്. അത് നമ്മൾ ഒരു കാഷ്വൽ ഒരു ഇൻഫോർമൽ ലെറ്ററിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് താങ്ക് യു, യോസ് ഫെയ്ത്ത്ഫുള്ളി, വാം റിഗാർഡ്സ് എന്ന് പറയുന്ന വേർഡ്സ് ഒക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാം. താഴെ നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കുക. ഇനി പ്രൈസ് ഓഫ് ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാത് കുമാർ മുഖോപാധ്യായയുടെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ലെറ്റർ ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഒന്നെങ്കിൽ ഗുപ്ത എഴുതുന്ന ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ മാഗി എഴുതുന്ന ലെറ്റർ ആയിരിക്കും ഇതിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മളോട് ചോദിക്കുന്നത്. അഗൈൻ ഇഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, സോറി ഇഫ് എന്ന ചാപ്റ്ററിനായിരിക്കില്ല, പക്ഷെ ഒരു പോയം ബേസ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കാൻ പോകുന്നത് ഏറ്റവും ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അവസാനമായിട്ട് കാണുന്ന 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്രിസിയേഷൻ നോട്ട് എന്ന് പറയുന്നത്. സോ അപ്രിസിയേഷൻ നോട്ട് ഇതുപോലെ പരിചയമില്ലാത്ത നിങ്ങൾ പഠിക്കാത്ത ഒരു പോയത്തിൽ നിന്നായിരിക്കും അപ്രിസിയേഷൻ ചോദിക്കുക. എങ്ങനെ എഴുതാം? ആ പോയം ഒരു 2 പ്രാവശ്യം വായിക്കുക.
ആ പോയം ഒരു 2 പ്രാവശ്യം വായിക്കുക. വായിച്ചതിന് ശേഷം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു അപ്രിസിയേഷൻ നോട്ടിൽ കൊടുക്കേണ്ടത് എന്നുള്ള സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്ന്, ആ പോയത്തിന്റെ ടൈറ്റിൽ, 2 പോയറ്റിന്റെ പേര്, അതിന്റെ ഒരു സെൻട്രൽ തീം, വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ടൈറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് പവർഫുൾ പോയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാ പോയിന്റ്സും പവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കാം. ഒരു പവർഫുൾ പോയം എല്ലാത്തിനും കൊടുക്കാം. ഇനി എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളതാണ് ഇവിടുത്തെ തീമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ പോയത്തിന്റെ തീമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടെ ക്വസ്റ്റ്യൻ വായിക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് അത് പിന്നീട് വായിച്ചു നോക്കാവുന്നതാണ്. അതിൽ എന്തൊക്കെ വരണം എന്നുള്ളതാണ് ഞാൻ പിന്നീട് പറയുന്നത് കേട്ടോ. അതിനുശേഷമാണ് മെയിൻ പാർട്ട് വരുന്നത്, അനാലിസിസ് എന്ന് പറയുന്ന പാർട്ട്. അതിലാണ് ആ പോയത്തിന്റെ മെയിൻ ആയിട്ടുള്ള തീമുകൾ, ഐഡിയകൾ, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണ് എഴുതിയതെന്നല്ല, ആ ഭാഷനെ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്നുള്ള, പിന്നെ അതിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്, പോയറ്റിക് ഡിവൈസുകൾ എന്തൊക്കെയാണ്. എക്സാമ്പിൾ പിടിച്ചോട്ടോ. തീം ആൻഡ് ഐഡിയാസ് ആയിട്ട് ഇതിൽ പീപ്പിൾ ബിൽഡ് വാൾസ്, ബോത്ത് ഫിസിക്കലി വാൾസ് ആൻഡ് ഇമോഷണൽ ബാരിയർസ്. ആ പോയത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് കിട്ടുന്ന പോയ ഇതായിരിക്കില്ല. നമുക്കിത് കിട്ടുന്ന പോയെന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്, അത് പറയാൻ പറ്റില്ല. സോ ഇതത്രയും നമ്മൾ അതിന്റെ തീംസ് ആൻഡ് ഐഡിയാസ് ആണ് പറഞ്ഞത്. ഇനി ലാംഗ്വേജ് ഇല്ലേ, നമുക്ക് എപ്പോഴും ഇത് തന്നെ യൂസ് ചെയ്യട്ടോ. ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഇസ് സിമ്പിൾ ബട്ട് സ്ട്രോങ്. വളരെ സിമ്പിൾ ആയ പക്ഷെ എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് പറയാം സിമ്പിൾ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് എന്ന് പറയും. എല്ലാ പോയിംസും അങ്ങനെ തന്നെ തരുള്ളൂ. സോ ഇത് അങ്ങനെ തന്നെ റെഡിമെയ്ഡ് പഠിച്ചു പോയിക്കോ. പിന്നെ സ്റ്റൈലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിനൊരു റൈം ഉണ്ടോ, പാറ്റേൺ ഉണ്ടോ, അതിനൊരു താളം ഉണ്ടോ നോക്കുക. താളം ഉണ്ടെങ്കിൽ റൈമിംഗ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ റൈമിംഗ് അല്ല എന്ന് പറയാം. അതിനുശേഷം അത് സ്റ്റാൻസ ആയിട്ടാണോ എഴുതിയത്, അല്ലെങ്കിൽ ആ ലാംഗ്വേജിന് എന്തെങ്കിലും സ്റ്റൈൽ ഉണ്ടോ. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ആഫ്രിക്കൻ അമേരിക്കൻ അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷിലൊക്കെ എഴുതുന്ന ആ സ്റ്റൈലിൽ എഴുതുന്ന പോയിംസ് ഉണ്ട്. സോ അങ്ങനെയാണോ എന്നുള്ളത് നോക്കുക. പോയറ്റിക് ഡിവൈസുകൾ കൊടുക്കുക. എന്തായാലും നമ്മൾ കണ്ണുടക്കുന്ന കുറച്ച് പോയറ്റിക് ഡിവൈസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ അലിട്രേഷൻ എന്ന് പറയുന്ന കൺസേൺ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് അലിട്രേഷൻ. ഇപ്പോൾ അല്ലെങ്കിൽ മെറ്റഫർ, സിമിലി, കോൺട്രാസ്റ്റുകൾ, റെപ്പിറ്റേഷൻ ഒക്കെ ഇതിലുണ്ട്. പക്ഷേ യൂഷ്വലി നമുക്ക് മെറ്റഫേഴ്സ് കാണാൻ വേണ്ടി പറ്റും, സിമിലി കാണാൻ വേണ്ടി പറ്റും, പെർസോണിഫിക്കേഷൻസ് കാണാൻ വേണ്ടി പറ്റും, ഇമേജറി എന്തായാലും നിങ്ങൾക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും, അലിട്രേഷൻ ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇനി അവസാനത്തിലേക്ക് നമ്മുടെ ഒരു അഭിപ്രായം പറയാം എന്തായിരുന്നു എന്നുള്ളത്. സോ ഈ ഈസി ടു റിലേറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാ പോയത്തിലും കൊടുക്കാം. സോ ഓൾമോസ്റ്റ് എവറി പോയം ഈസ് സംഹൗ റിലേറ്റബിൾ. എന്തെങ്കിലും ഒരു തരത്തിൽ നമുക്ക് എല്ലാവർക്കും അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവസാനം ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എന്ത് ഫീലിംഗ് ആണ് ഇതെന്ന് കിട്ടിയത്, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു 2-3 സെന്റൻസ് മാക്സിമം എഴുതിയാൽ മതി. വേറൊരു വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ എന്ന് വെച്ചാൽ ഒരു വിഷയവുമായിട്ട് ഒരു ഫീൽഡിലുള്ള ഒരു എക്സ്പേർട്ട് വരികയാണ്. ആ എക്സ്പേർട്ടിനോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാനാണ് നമ്മളോട് പറയാം. സോ ക്വസ്റ്റ്യനെയർ ചോദിക്കുന്ന സമയത്തില്ലേ, അയാൾ ഏത് വിഭാഗത്തിൽ ഏത് ഫീൽഡിലുള്ള ആളാണെന്ന് നോക്കണം. ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൊടുക്കണം. 2, നമ്മൾ ചോദിക്കേണ്ടത് എപ്പോഴും ഒരു ഓപ്പൺ എൻഡഡ് ആയ ചോദ്യങ്ങളായിരിക്കണം. ഓപ്പൺ എൻഡഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ യെസ് ഓർ നോയിലോ മറുപടി പറയാൻ പറ്റാത്ത തരം ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വാട്ട് ഇൻസ്പയർഡ് യു ടു ജോയിൻ ദ റെസ്ക്യൂ ടീം ഡ്യൂറിംഗ് ദ ഫ്ലഡ് ഇൻ ട്രിവാൻഡ്രം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഇയാൾ ഒരു റെസ്ക്യൂ വർക്കറാണ്. അയാൾ ആക്റ്റീവ്ലി ഒരു ട്രിവാൻഡ്രം ഫ്ലഡ് ഡിസാസ്റ്റർ ഉണ്ടായ സമയത്ത് അതിൽ ആക്റ്റീവ്ലി പങ്കെടുത്തിരുന്ന ഒരാളാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാളോട് ചോദിക്കാൻ പറ്റുന്ന അയാളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സോ ഈ ഒരു റെസ്ക്യൂ ടീമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങളെ എന്താണ് ഇൻസ്പയർ ചെയ്തത്, അത് ഓപ്പൺ എൻഡഡ് ആയ ചോദ്യമാണ്. കോണ്ടെക്സ്റ്റുവൽ ആയ അല്ലെങ്കിൽ അയാളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ നിന്ന് റൈറ്റപ്പ് എന്ന് പറയുന്നത്. സോ റൈറ്റപ്പ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമ്മൾ എസ്സേയിലും സ്പീച്ചിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്താണ് ആ ടോപ്പിക്ക്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അഗെയിൻ രണ്ടാമതായിട്ട് ബോഡിയിലാണ് നമ്മൾ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ഇലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അവിടെ നമ്മളിലെ ചാപ്റ്റർ എടുക്കേണ്ടത് ഒരുപാട് ഇവന്റുകളല്ല, നടന്ന കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും പറയല്ല. അവിടെ തീമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ക്വസ്റ്റ്യൻ വാസ് പ്രിപ്പയർ എ ഷോർട്ട് റൈറ്റപ്പ് ഓൺ ദ ഫാമിലി റിലേഷൻഷിപ്പ് പോർട്രേഡ് ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ ഫാമിലി റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഫാമിലി റിലേഷൻഷിപ്പിനെ കാണിക്കാൻ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം നമ്മൾ ചാപ്റ്റർ നടന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷെ അൾട്ടിമേറ്റ്ലി ഫാമിലി റിലേഷൻഷിപ്പിന് ഏത് രീതിയിലാണ് ഇതൊരു ഉദാഹരണമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ തരം എക്സാമ്പിൾസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാം എന്നതാണ് നമ്മൾ ഫൈനലി പറയേണ്ടത്. ആ ഒരു ചാപ്റ്ററിന്റെ തീമിലാണ് നമ്മുടെ ഫോക്കസ് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. ഫൈനലി ക്യാരക്ടർ സ്കെച്ച് ആണ് ഈ. സോ റൈറ്റപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ, ഇത് എസ്സേ പോലെ തന്നെയാണ്. എസ്സേന്റെ ഒരു ഷോർട്ടർ വേർഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ റൈറ്റപ്പ് എന്ന് പറയുന്നത്. സോ ടൈറ്റിൽ കൊടുക്കാൻ മറക്കരുത്. ടൈറ്റിൽ എന്തായാലും ഒരു മാർക്ക് ഉണ്ടാവും.
അഗൈൻ ക്യാരക്ടർ സ്കെച്ച് ആണ് അനദർ പ്രോബബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ക്യാരക്ടർ സ്കെച്ച് എന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഇൻട്രൊഡക്ഷൻ ആണ്. ആ ക്യാരക്ടറിന്റെ റോൾ എന്താണെന്നുള്ളത് പറയാം, ഏത് ചാപ്റ്റർ എന്നാണെന്നോ ആരെ എഴുതിയതെന്നൊക്കെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ പറയുന്നത്. കാഴ്ചയിൽ ആ ക്യാരക്ടർ എങ്ങനെയാണ്, കാഴ്ചയിൽ ആ ക്യാരക്ടറിനെ എങ്ങനെയാണുള്ളത്. ഇനി സ്വഭാവ വിശേഷണങ്ങൾ എഴുതുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ക്യാരക്ടറിന്റെ മോട്ടിവേഷൻസ് എന്താ, എന്ത് ചെയ്യുക, എന്താണ് ആ ക്യാരക്ടറിന് വേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പിന്നീട് പറയേണ്ടത്. സോ ബാക്ക്ഗ്രൗണ്ട് എഴുതൽ അത്ര നിർബന്ധമല്ല. പക്ഷെ റിലേഷൻഷിപ്പ്, മറ്റുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ പറയണം. പിന്നെ ഈ കഥയിൽ അവരുടെ ഒരു റോൾ, പ്രസൻസ്, അല്ലെങ്കിൽ നമുക്ക് ആ കഥാപാത്രത്തിന് കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ പറയാം. ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ നിന്ന് മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ഇവിടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഒരു എക്സാമ്പിൾ ആയിട്ട്. ഈ ഒരു നോട്ടിന്റെ കൂടെ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് മിസ്റ്റർ ഗുപ്തയുടെയാണ്. മിസ്റ്റർ ഗുപ്തയുടെയും ക്യാരക്ടർ സ്കെച്ച് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. ഇനി പ്രൊഫൈൽ ആയിരിക്കും മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്. പ്രൊഫൈൽ തൽക്കാലം നമുക്ക് സ്കിപ്പ് ചെയ്യാം, പ്രൊഫൈൽ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ എന്നാൽ പിന്നെ പ്രൊഫൈലും കൂടെ നമുക്കൊന്ന് ചെയ്യാം. പ്രൊഫൈലും കൂടെ ഇനി വിട്ട് കളയണ്ട അല്ലേ. 4 മാർക്കിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പ്രൊഫൈൽ എന്ന് പറയുന്നത് കേട്ടോ. സോ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽസ് എന്തായാലും തന്നിട്ടുണ്ടാവും. എവിടെയാണ് ജനിച്ചത് എന്നുള്ളത്, എഡ്യൂക്കേഷൻ, കരിയർ, അവർ ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ അവരുടെ മരണം, ഇത്തരം കാര്യങ്ങൾ എന്തായാലും തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇവിടെ വിരാട് കോഹ്ലിയുടെ പ്രൊഫൈൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ November 5th 1988 ഡൽഹി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഡേറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന് അറിയാം. വിരാട് കോഹ്ലി വാസ് എന്നാണ്ടോ ജനിച്ചത്, വാസ് ബോൺ ഓൺ, ഡേറ്റ് കൊടുക്കുക November 5th 1988, കോമ ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു വർഷം കൊടുക്കാൻ. ഇനി ഇൻ ഡൽഹി, സ്ഥലം കൊടുക്കുമ്പോൾ ഇൻ ഡൽഹി എന്ന് നമുക്ക് കൊടുക്കാം. ഇനി ഫാദറിനെ കുറിച്ചിട്ടാണ്, പിന്നെ പാരൻസിനെ കുറിച്ചിട്ടാണ്, അവരെന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ അതിനെ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? ഹിസ് ഫാദർ പ്രേം കോഹ്ലി വാസ് എ ലോയർ ആൻഡ് ഹിസ് മദർ സരോജ് കോഹ്ലി ഈസ് എ ഹൗസ് വൈഫ് എന്ന് നമുക്ക് ഇവിടെ പറയാം. ഇനി സ്കൂളിൽ എവിടെയാ പഠിച്ചത് എന്നുള്ളതാണ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഹി സ്റ്റഡീഡ് അറ്റ് വിശാൽ ഭാരതി പബ്ലിക് സ്കൂൾ. ഇനി കല്യാണം കഴിച്ചതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഇവിടെ പറയുന്നത്. സ്പൗസ് എന്ന് വെച്ചാൽ എന്താ, ഭാര്യ അല്ലെങ്കിൽ പാർട്ട്ണർ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ഹി ഈസ് മാരീഡ് ഓർ ഹി വാസ് മാരീഡ് ടു അനുഷ്ക ശർമ്മ, അല്ലെങ്കിൽ ഹി ഈസ് എൻ, എപ്പോഴും കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം ഹി മാരീഡ് അനുഷ്ക ശർമ്മ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. പിന്നെ അദ്ദേഹം എന്തായിട്ടാണ് അറിയപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ വിരാട് ബിക്കേം ആൻ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ആൻഡ് ലേറ്റർ ദ ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ നാഷണൽ ടീം. ഇനി അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളെ കുറിച്ചിട്ടൊക്കെയാണ്, അച്ചീവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹി ഹാസ് വൺ മെനി അവാർഡ്സ് സച്ച് ആസ് ICC ODI Player of the Year in 2012, BCCI's International Cricketer of the Year in 2011 and 12 and 2014 and 15, and the Arjuna Award in 2013. സോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ പറയാനില്ലേ, നമ്മൾ ആദ്യം ഈ കാര്യം പറയാം, ഒരു കോമ ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം പറയാം, ഒരു കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂന്നാമത്തെ കാര്യം പറയാം നമുക്ക് ആൻഡ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതിയ 3 പുസ്തകങ്ങളാണ് A, B and C. സോ എനിക്ക് എങ്ങനെ പറയാം, the major works of Naeem Malik includes A, B and C. ഞാൻ എഴുതിയ 3 കഥകളാ, അത് ഇങ്ങനെ നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒന്നാമത് കണ്ടോ, he has won many awards such as ICC ODI Player of the Year in 2012, കോമ ഒന്നാമത്തെ. BCCI International Cricketer of the Year in 2011 to 12 and 2014, കോമ കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചോ, കോമ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു ആൻഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദി അർജുന അവാർഡ് ഇൻ 2013 എന്നാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പ്രൊഫൈൽ എഴുതുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടവർക്ക് ഇതെന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. ഇതിന്റെ നോട്ട് ഞാൻ കൊടുക്കുന്നത് ഓണം എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് അവൈലബിൾ ആയിരിക്കും. അവിടെ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഓണം എക്സാമിന് ആവശ്യമായിട്ടുള്ള അൾട്ടിമേറ്റ്ലി ഇതുവരെ പഠിച്ച കാര്യങ്ങൾക്ക് റിവൈസ് ചെയ്യാനും ഇനി അങ്ങോട്ട് കിടലനായിട്ട് പഠിച്ചു പോകാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം.
ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ കുറിച്ചുകൂടെ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ 26-ാം തീയതിക്ക് മുന്നേ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ആണ്. അതായത് സാധാരണ ഒരു കുട്ടി ഒരു വർഷം എടുക്കുന്ന കാര്യം നമ്മൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഡിസംബർ ആകുമ്പോഴത്തേക്ക്, ഡിസംബർ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു വർഷത്തേക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു കാര്യം നിങ്ങൾ മിസ്സാക്കാണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു വർഷം ഏറ്റവും നല്ല റിസൾട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് എനിക്ക് ഇങ്ങോട്ട് തരിക. നിങ്ങൾക്കിത് വാല്യുബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ഒരു കമൻറ്റ് കൂടെ ചെയ്യുക. ഓക്കെ, ഐ വിൽ സീ യു. ബൈ.